ഈ വലിയ വലിയ മത്സരങ്ങളൊക്കെ വരുന്ന സമയത്ത് വിനീഷ്യസ് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന് പെർഫോം ചെയ്യുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ആഞ്ചലോട്ടി പറഞ്ഞതേ ഉള്ളൂ. ദേ കിടക്കുന്നു. എത്തിഹാദിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 2025 മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസ് ഒരു ടിഫോ പൊക്കിയിട്ടുണ്ട്. റോഡ്രി ബാലൻഡോറിനെ മുത്തമിടുന്ന പടമൊക്കെ വെച്ചിട്ട് വിനീഷ്യസിനെ ട്രോള് ചെയ്യുന്ന തരം ഒരു ടിഫോ അവർ ഉയർത്തിയായിരുന്നു. അപ്പം അതിനുള്ള മറുപടി ആണ് ഇന്ന് വിനീഷ്യസ് എത്തിഹാദിൽ മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസിനെ കൊടുത്തത്. മാച്ചിന് ശേഷം വിനീഷ്യസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഫുട്ബോൾ ഓൾവേസ് ഗീവ്സ് യു ദ സെക്കൻഡ് ചാൻസ്. പുള്ളിക്ക് സെക്കൻഡ് ചാൻസ് കൊടുത്തു. ഈ സെക്കൻഡ് ചാൻസിൽ വിനീഷ്യസ് ആണ് വിന്നർ. അപ്പോൾ അങ്ങനെ വിനീഷ്യസ് ഇപ്പം തുടർച്ചയായിട്ട് എത്തിഹാദിൽ 2 മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു സീസണിൽ വിനീഷ്യസിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഇതുവരെ 26 ഗോൾ ആൻഡ് അസിസ്റ്റാണ് വിനീഷ്യസ് ഈ ഒരു സീസണിൽ നേടിയിട്ടുള്ളത്. അപ്പം മത്സരത്തിന് മുന്നേ തന്നെ ആർബിലോവ റയൽ മാഡ്രിഡിൻ്റെ കോച്ച് പറഞ്ഞതാണ്, നമുക്ക് പെപ് ഗോർഡിയോളയും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയെയും ഒരിക്കലും എഴുതി തള്ളാൻ പറ്റത്തില്ല. അവർ ഭയങ്കര അഗ്രസീവായിട്ടായിരിക്കും കളിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി ആദ്യത്തെ 15-20 മിനിറ്റ് എന്ന് പറയുന്നത് അവർ ഓൾ ഔട്ട് അറ്റാക്കിന് ശ്രമിക്കും. അപ്പം ഓൾ ഔട്ട് അറ്റാക്ക് അവർ ശ്രമിക്കുമ്പോഴത്തേനും റയൽ മാഡ്രിഡ് ഒരിക്കലും പേടിച്ച് പമ്മിയിരുന്ന് ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുക മാത്രമായിരിക്കത്തില്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ അഗ്രസീവ് ആകാൻ ശ്രമിക്കും, നമ്മൾ ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആ രീതിയിൽ അഗ്രസീവായിട്ട് അവരുടെ നാച്ചുറൽ ഗെയിം കളിക്കാൻ അവരെ സമ്മതിക്കാതിരിക്കുക, അത് തന്നെയാണ് റയൽ മാഡ്രിഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് റയൽ മാഡ്രിഡ് പിച്ചിൽ ചെയ്തതും. അഗ്രസീവായിട്ട് വരുന്ന മാഞ്ചസ്റ്റർ സിറ്റി, അതായത് രണ്ടും കൽപ്പിച്ച് ഓൾ ഔട്ട് അറ്റാക്കാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഉദ്ദേശം. അത് നമുക്ക് മാച്ചിൻ്റെ തുടക്കം മുതൽ അറിയാം. അപ്പോൾ അവർ കൂടുതൽ പൊസിഷൻ വെക്കുന്നു, റയൽ ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. പക്ഷേ അഗ്രസീവായിട്ട് അവർ പ്രസ് ചെയ്യുന്നു, മാക്സിമം കോമ്പാക്റ്റ് ആകാൻ ശ്രമിക്കുന്നു. ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം എഫേർട്ട് കൊടുത്ത് ഡിഫെൻഡ് ചെയ്യുക, മാക്സിമം വർക്ക് റേറ്റ്. അപ്പം അവരുടെ മിഡ്ഫീൽഡ് നമുക്കറിയാം, തിയാഗോ പിത്താർച്ച്, അതുപോലെ തന്നെ ആർദ ഗുളർ, ചോമേനി, അതുപോലെ തന്നെ വാൽവേർഡ്. അപ്പോൾ ഇവർ ഇതുപോലെ അധ്വാനിക്കുന്ന, പിച്ചിൽ വിയർപ്പൊഴുക്കി കളിക്കുന്ന അധ്വാനികളായ ഈ തരം പ്ലെയേഴ്സ് അവരുടെ അധ്വാനം ആ രീതിയിൽ മാരകമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സിറ്റിക്ക് ശരിക്കും എന്നാ പറയുക, സിറ്റി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഷോട്ടുകൾ എടുക്കുന്നു. പക്ഷേ പ്രോപ്പറായിട്ട് ഇവരുടെ ഡിഫെൻസിനെ കീറി മുറിക്കാൻ സിറ്റി ബുദ്ധിമുട്ടി. അതുമാത്രമല്ല ഓരോ പ്രാവശ്യവും സിറ്റി ബോൾ ലൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കൗണ്ടറിൽ സിറ്റിയെ ഹേർട്ട് ചെയ്യാനുള്ള ആ ഒരു മരുന്നും റയൽ മാഡ്രിഡ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴും നമ്മൾ നോക്കിയാൽ റയൽ മാഡ്രിഡ് ഏകദേശം ഒരു 5-4-1 എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എപ്പോഴും ഒരു റണ്ണറുണ്ട്, ചിലപ്പം റൈറ്റ് സൈഡിലായിരിക്കാം, ലെഫ്റ്റ് സൈഡിലായിരിക്കാം, സെൻട്രലിലായിരിക്കാം. അപ്പോൾ ആരെയും ഒരാൾ, വിനീഷ്യസ് ആയിരിക്കാം, ബ്രാൻഡിയാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രാൻ ഗാർസി ആയിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഒരാൾ, മാക്സിമം ആൾക്കാരെ ഡിഫെൻസിലോട്ട് തള്ളിവിടുക, മാക്സിമം കുറച്ച് ആൾക്കാരെ അറ്റാക്കിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഒറ്റ ബോൾ മാഞ്ചസ്റ്റർ സിറ്റി ഓരോ പ്രാവശ്യവും ബോൾ ലൂസ് ചെയ്യുമ്പം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡിഫെൻസിനെ എങ്ങനെ ഓപ്പൺ അപ്പ് ആക്കണം എന്ന് ഇന്നും റയൽ മാഡ്രിഡ് കാണിച്ചു തന്നു. ഇതേ അപ്രോച്ച് തന്നെയായിരുന്നു ബേർണബയൂവിലും ലാസ്റ്റ് മാച്ചിലും കാണിച്ചു തന്നു. അപ്പോൾ വാൽവേർഡയുടെ ആ റൺസിനെയൊക്കെ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിലും വിനീഷ്യസ് ആയാലും ഫ്രാൻ ഗാർസി ആയാലും ബ്രാൻഡിയാസ് ഒക്കെ ആണെങ്കിലും ഈ സിറ്റിയുടെ ഡിഫെൻസിനെ ഒരൊറ്റ പാസ്, ബാക്കിൽ നിന്ന് വരുന്ന ഒറ്റ പാസ് കൊണ്ട് അവരുടെ ഡിഫെൻസിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം, ആ ഹൈലൈനിനെ എങ്ങനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാം, അവരുടെ ഗോൾ അടിക്കാം എന്നുള്ളതൊക്കെ അവർ കാണിച്ചു തന്നതാണ് ഇന്നത്തെ മാച്ചിൽ. അപ്പം മാഞ്ചസ്റ്റർ സിറ്റി ഇതുപോലെ ഓൾ ഔട്ട് അറ്റാക്കിന് ശ്രമിച്ചിട്ടും റയലിൻ്റെ ഡിഫെൻസിനെ കീറി മുറിക്കാൻ അവർക്ക് പറ്റുന്നില്ല. റയലാണെങ്കിൽ ഓരോ പ്രാവശ്യവും സിറ്റി ബോൾ ലൂസ് ചെയ്യുമ്പോഴത്തേനും സിറ്റിയുടെ ഡിഫെൻസിനെ ഓപ്പൺ അപ്പ് ആക്കാൻ റയലിന് പറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറത്ത് 20ാമത്തെ മിനിറ്റിൽ ആ ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നു. ബെർണാഡോ സിൽവ റെഡ് കാർഡ് കണ്ട് പുറത്താകുന്നു. അങ്ങനെ 9 പേരുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി 20ാമത്തെ മിനിറ്റ് മുതൽ കളിക്കാൻ തുടങ്ങുന്നു. 21ാമത്തെ മിനിറ്റിൽ 1-0 പുറകോട്ട് പോകുന്നു. തീർന്നു, അവിടെ വെച്ച് അവരുടെ സകല ഫ്യൂസും തീർന്നു, അല്ലെങ്കിൽ സകല ഗ്യാസും ചീറ്റി, അല്ലെങ്കിൽ സകല കോൺഫിഡൻസും അവസാനിച്ച ഒരു നിമിഷമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു 20ാമത്തെ മിനിറ്റിലുള്ള ആ ഒരു റെഡ് കാർഡ്, അത് കഴിഞ്ഞുള്ള ആ ഒരു ഗോള്, എല്ലാം പെനാൽറ്റി ഗോളൊക്കെ.
അത് കഴിഞ്ഞ ഒരു മനുഷ്യനും സിറ്റി ഫാൻസൊക്കെ കരയുന്ന സിറ്റി ഫാൻസ് അതുപോലെ തന്നെ ഗ്വാർഡിയോളയൊക്കെ കരയുന്നത് കണ്ട് ആ ഒരു ഗോളിന് ശേഷം അവർക്കും അറിയാം അത് കഴിയുമ്പോൾ ഒരു തിരിച്ചു വരവ് 3-0 എന്ന് പറയുന്ന ആ ഒരു സ്കോർ തന്നെ ഓവർകം ചെയ്ത് എത്തിഹാദിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുത പെർഫോമൻസ് മാഞ്ചസ്റ്റർ സിറ്റി നടത്തിയാൽ മാത്രമേ അവർക്കൊരു തിരിച്ചു വരവിന് ഉള്ളൊരു ചാൻസ് ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്താണ് അവർ 20ാമത്തെ മിനിറ്റിൽ ഇതുപോലെ 9 പേരുമായിട്ട് കളിക്കേണ്ട ഒരു ഗതികേട്, പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നു, 1-0 പുറകിൽ പോകുന്നു, തീർന്നു. ഇന്നത്തെ മത്സരം റയൽ ശരിക്കും പറഞ്ഞാൽ ഈ 2 ഗോളൊന്നും സ്കോർ ചെയ്താൽ പോരാ. എന്നെ സംബന്ധിച്ചൊരു 3-4 ഗോളും കൂടെങ്കിലും സ്കോർ ചെയ്യേണ്ടതാണ്. ഓവറോൾ മാച്ച് നോക്കിയാൽ ആദ്യത്തെ കുറേ ഭാഗത്ത് മാഞ്ചസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കൂടുതലായിട്ടും സിറ്റി പൊസഷനൊക്കെ ഡോമിനേറ്റ് ചെയ്തെങ്കിൽ ഈ 9 പേരൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും പയ്യെ പൊസഷൻ കൂടുതൽ റയലിൻ്റെ കയ്യിലോട്ട് കിട്ടി. മാച്ച് അവസാനിക്കുമ്പോഴും റയലിന് 53% പൊസഷനാണ് എത്തിഹാദിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം സിറ്റി ആണെങ്കിലും കുറച്ചുകൂടെ പൊസഷൻ വിട്ടുകൊടുത്ത് കുറച്ച് ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റയലിൻ്റെ ആ ഒരു അറ്റാക്കിംഗ് ത്രെട്ടിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്നാ പറയുന്നത് കട്ട് ചെയ്യാം എന്നൊക്കെ സിറ്റിക്ക് ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ആ ധാരണ ശരിയല്ല എന്ന് റയൽ മാഡ്രിഡ് കാണിച്ചു കൊടുത്തു. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിക്ക് മര്യാദയ്ക്ക് ഓഫ് ദ ബോൾ സിറ്റിയുടെ ആ ഒരു ഡിഫെൻസീവ് ഷേപ്പ്, പിച്ചിൽ എവിടെ നോക്കിയാലും സ്പേസുകളാണ്. അവർക്ക് ആ ഒരു കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് സിറ്റിക്ക് അറിയത്തില്ല. അത് ബ്രയൻ ഡിയാസ് കാണിച്ചു തന്നിട്ടുണ്ട്. ബ്രയൻ ഡിയാസ് ഇതുപോലെ തന്നെ ഇപ്പം എന്നാ പറയുന്നത് ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റിയുടെ ഡിഫെൻസിനെ ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആ സമയത്ത് നമ്മുടെ റൂബൻ ഡയാസിൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടത് നിലത്ത് വീണ് കിടന്ന് നിസ്സഹായനായി കിടന്ന് ഉരുണ്ട് കളിക്കുന്ന റൂബൻ ഡയാസിനെയൊക്കെ നമ്മുടെ മുന്നിൽ ബ്രയൻ ഡിയാസ് കാണിച്ചു തന്നു. ഇപ്പം ഡിഫെൻസീവ്ലി ലോ ബ്ലോക്ക് കളിച്ചാലും ഹൈലൈൻ കളിച്ചാലും സിറ്റിയുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. അതുമാത്രമല്ല അവസാനത്തെ ഗോൾ നോക്കിയാലും വിനീഷ്യസിൻ്റെ ആ ഒരു ഗോളിൻ്റെ സമയത്തും സിറ്റിയുടെ ബോക്സിനുള്ളിൽ ആ ഒരു ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുമ്പോൾ ബോക്സിനുള്ളിൽ 4-5 പ്ലെയേഴ്സ് സിറ്റിയുടെ ഉണ്ട്. വിനീഷ്യസ് ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ. ചോമിനിയുടെ ഒരൊറ്റ ക്രോസ് തീർന്നു. നമുക്ക് അറ്റാക്കിങ് മാത്രമല്ല ഡിഫെൻസിൻ്റെ കാര്യത്തിലും എനിക്ക് ഗ്വാർഡിയോളയുടെ പ്രൈം ടീം ഡിബ്രോയിനെ കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രൈം സമയമുണ്ടല്ലോ, ആ സമയത്തെ ഗ്വാർഡിയോളയുടെ ടീം എന്ന് പറയുന്നത് അവർ ഓൺ ദ ബോളും ഓഫ് ദ ബോളും ഒരേപോലെ എഫിഷ്യൻ്റ് ആയിരുന്നു. ഇപ്പം വിത്തൗട്ട് ദ ബോൾ കളിക്കണോ ആ രീതിയിൽ കളിക്കാൻ അവർ തയ്യാറാണ്. വിത്ത് ദ പൊസഷൻ കളിക്കണോ അവിടെയും എഫക്റ്റീവായിട്ട്, ഇപ്പോൾ 2 രീതിയിലും ഒരേപോലെ എഫക്റ്റീവായിട്ട് കളിക്കാൻ പറ്റുന്ന ടീമായിരുന്നു ആ ഒരു പ്രൈം ഗ്വാർഡിയോളയുടെ ആ ഒരു മാഞ്ചസ്റ്റർ സിറ്റി ടീം. പക്ഷേ ഈ ടീമിനെയും അതിനെയും തമ്മിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സിറ്റിയുടെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് റയലിന് കൂടുതൽ പൊസഷൻ ഉള്ള സമയത്ത് അല്ലെങ്കിൽ കോർണർ കഴിഞ്ഞ ഉടനെയുള്ള സമയങ്ങളിലൊക്കെ എന്നാ പറയുന്നത് സിറ്റിക്ക് പലപ്പോഴും കൗണ്ടറിൽ റയലിനെ ത്രട്ടൺ ചെയ്യാൻ അല്ലെങ്കിൽ റയലിൻ്റെ ഡിഫൻസിനെ ഓപ്പൺ ചെയ്യാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. ഡോക്കു നല്ലൊരു റൺസ് നടത്തി സിറ്റിയുടെ ഡിഫൻസിനെ ഓപ്പൺ ചെയ്തതുമാണ്. അപ്പം ചെറുക്കി കുറച്ചുകൂടെ ടൈം എടുത്താണ് ആ ഒരു ബോൾ റിലീസ് ചെയ്തത്. അപ്പം പല സമയത്തും ഈ കൗണ്ടറിൽ റയലിനെ ഓപ്പൺ ചെയ്യാൻ അവസരം കിട്ടുമ്പോഴത്തേനും സിറ്റിയുടെ പ്ലെയേഴ്സ് കറക്റ്റ് സമയത്ത് ബോൾ റിലീസ് ചെയ്യുന്നില്ല, പ്ലെയേഴ്സ് കറക്റ്റ് റൺസ് നടത്തുന്നില്ല. ഈ തരത്തിലൊക്കെ സിറ്റിക്ക് കൗണ്ടറിൻ്റെ സമയത്തും ഇപ്പം കൗണ്ടറിൻ്റെ സമയത്ത് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട സമയത്ത് സിറ്റി ഈ രീതിയിലും മോശമാകുന്നുണ്ട്. അപ്പം ഡിഫെൻസീവ്ലി ആണെങ്കിലും കൗണ്ടറിൻ്റെ സമയത്താണെങ്കിലും ഈ രീതിയിൽ കളിക്കുന്ന ടീം ഒരിക്കലും ക്വാർട്ടറിലേക്ക് പ്രവേശിക്കാൻ യോഗ്യരല്ല. അപ്പം ഈ രീതിയിൽ പെർഫോം ചെയ്യുന്ന റയൽ മാഡ്രിഡിൻ്റെ ഫാൻസിൻ്റെയും കോൺഫിഡൻസ് എനിക്കറിയാം സ്കൈ ഹൈ ആണെന്നറിയാം. വെറുതെ ഇരുന്ന് വേറൊരു പണിയില്ലാതെ ഇരിക്കുന്ന ഞങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനും റയൽ ജയിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. വേറെ ഇപ്പം ഞങ്ങൾക്ക് ആ ഒരു ഫാൻസിന് ഓൾമോസ്റ്റ് യുണൈറ്റഡ് ഫാൻ ബേസിന് ആ ഒരു ചെറിയ സോഫ്റ്റ് കോർണർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ജയിക്കുന്നത് കാണുക എന്ന് പറയുന്നത് നമുക്ക് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇനിയിപ്പം ക്വാർട്ടർ ഫൈനലിൽ നിങ്ങളുടെ എതിരാളികൾ എന്താണെങ്കിലും ബയൺ മ്യൂണിച്ച് ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം അറ്റ്ലാന്റ ഇനി ഏതായാലും ഒരു തിരിച്ചുവരവ് നടത്തി ബയണിനെ പുറത്താക്കും എന്ന് നമ്മൾ ആരും കരുതുന്നില്ല. അപ്പം ബയൺ മ്യൂണിച്ച് ആയിരിക്കും നിങ്ങളുടെ എതിരാളികൾ. ഇപ്പോഴത്തെ ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് എനിക്കറിയാം റയൽ ഫാൻസൊക്കെ ഭയങ്കര ഹൈ ഓൺ സ്പിരിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞ പോലെ സ്കൈ ഹൈ കോൺഫിഡൻസ് നിൽക്കുന്ന സമയമാണ്. എന്താണെങ്കിലും ബയണിനെ മലർത്തിയടിക്കും എന്നായിരിക്കും പലരും കരുതുന്നത്. പക്ഷേ ബയൺ മ്യൂണിച്ച് എന്ന് പറയുന്ന ടീം
ലോകത്തിലിപ്പം ഏറ്റവും ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ഈ ഒരു സീസണിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന ടീമെന്ന് വലിയ പണ്ഡിറ്റ്സൊക്കെ വിലയിരുത്തുന്ന ഒരു ടീമാണ് ബയൺ മ്യൂണിച്ച്. എന്താണെങ്കിലും പേടിക്കേണ്ട ടീമാണ്. പക്ഷേ റയൽ മാഡ്രിഡ് ഈ രീതിയിൽ കളിച്ചാൽ എന്തായി തീരും എന്നെനിക്കറിയത്തില്ല. ഏതായാലും സിറ്റിയുടെ കാര്യം നോക്കിയാൽ ഭയങ്കര കഷ്ടമാണ്. കാരണം എന്നും അവരുടെ മുന്നിലുള്ള ഒരു ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ മുന്നിലുള്ള വിലങ്ങുതടി എന്ന് പറയുന്നത് എപ്പോഴും റയൽ മാഡ്രിഡാണ്. കഴിഞ്ഞ 3 ചാമ്പ്യൻസ് ലീഗിൻ്റെ സീസണിൽ നോക്കിയാൽ 3ലും റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ആ ഒരു വൻമരം ആണ് സിറ്റിയെ ചവിട്ടി പുറത്താക്കിയത്. ഇപ്പം എന്നാ പറയുന്നത്, ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പം 5ാമത്തെ പ്രാവശ്യമാണ് റയൽ മാഡ്രിഡ് സിറ്റിയെ പുറത്താക്കുന്നത്. ശരിക്കും ഒരു സിറ്റിയുടെ ഒരു പേടി സ്വപ്നം എന്ന് തന്നെ പറയാം നമുക്ക് റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ടീം. ഇനിയിപ്പം നമുക്ക് റയൽ മാഡ്രിഡിൻ്റെ കോച്ച് ആർബിലോയെക്കുറിച്ചും കൂടെ 2 വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആർബിലോവ കളിക്കുന്ന ഫുട്ബോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആഞ്ചലോട്ടിയുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ. ആഞ്ചലോട്ടി റയൽ മാഡ്രിഡിനെ എങ്ങനെയാണോ കളിപ്പിച്ചുകൊണ്ടിരുന്നത് അതേ തരം ഫുട്ബോൾ അതേപോലെ കോപ്പി അടിച്ചാണ് പുള്ളി സക്സസ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ പ്ലെയേഴ്സിനെ ഡിഫൻസിൽ കൊണ്ടുവന്ന് മാക്സിമം കുറച്ച് പ്ലെയേഴ്സിനെ അറ്റാക്കിലേക്ക് പുഷ് ചെയ്യുക, ഓപ്പണൻറ്റിൻ്റെ വീക്ക്നെസ്സിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കറക്റ്റ് ലീത്തലായിട്ട് അറ്റാക്സ് നടത്തുക, ലീത്തലായിട്ട് ഫിനിഷ് ചെയ്യുക, ഗോളുകൾ സ്കോർ ചെയ്യുക. ഇതാണ് എന്നാ പറയുന്നത്, ആഞ്ചലോട്ടിയുടെ ഫുട്ബോൾ ഇത് തന്നെയായിരുന്നു. ആർബിലോവയും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ആർബിലോവയുടെ കഴിഞ്ഞ 2 മത്സരം നോക്കിയാൽ ജോസെ മൊറീഞ്ഞോയുടെ ബെൻഫിക്കയെ ചവിട്ടി പുറത്താക്കി. അതേപോലെ തന്നെ പെപ് ഗോഡിയോള എന്ന് പറയുന്ന വേറൊരു ഫുട്ബോൾ ജീനിയസിനെയും ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. 2 വമ്പൻ താരങ്ങളെയാണ് ജോസെ മൊറീഞ്ഞോയും പെപ് ഗോഡിയോളയും ആർബിലോവ ഇപ്പം ഈ ഒരു റയൽ മാഡ്രിഡിൻ്റെ ടീമിനെ വെച്ചുകൊണ്ട് പുറത്താക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം റയൽ മാഡ്രിഡിനെ കുറിച്ചും ആർബിലോയെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം കമൻസായിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.